ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ രേണുസുധിയുടെ കരച്ചിലാണ്. വേറൊന്നുമല്ല, മോർണിംഗ് ആക്ടിവിറ്റീസിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത്, അതായത് വൃത്തിയില്ലാത്തവരും വൃത്തിയുള്ളവരും ആരാണെന്ന് ഓരോരുത്തരായി വന്ന് പറയാൻ. അപ്പോൾ നമ്മുടെ അഭിലാഷ് ഓൾറെഡി പറഞ്ഞു രേണു ചേച്ചിക്ക് അധികം അങ്ങനെ വൃത്തിയില്ല, ബെഡ്ഷീറ്റ് അങ്ങനെ കിടപ്പുണ്ട്, പിന്നെ മുടിയെല്ലാം താഴെ പൊഴിഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ അനുമോൾ വന്ന് പറഞ്ഞു രേണു ചേച്ചിയുടെ തലയിൽ പേനാണ്, അവിടെ ഇവിടെയൊക്കെ പേൻ എടുക്കും, പേനാണ്, പിന്നെ കുളിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരി അവിടെ നിന്ന് കേൾക്കുന്നു. ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ അനുവും റെനായും നൂഹയും എല്ലാം ഇരിക്കുമ്പോഴത്തേക്കും ശൈത്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രേണുസുതി വന്ന് പറയുന്നു, അനുമോളെ ഞാൻ പോവാണ്, ഞാൻ തലയിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല, നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മോശമായിപ്പോയി, നീ എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇമോഷണലായി. അപ്പോൾ നമ്മുടെ ശാരിക വന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്തോട്ട് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ വന്ന് നമ്മുടെ രേണുസുതി പറഞ്ഞ്, ബിഗ് ബോസ് ഞാൻ പോവുകയാണ്, എന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്, ആ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, എനിക്ക് വല്ലാതെ വിഷമിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ അനുവിനോട് ശൈത്യ പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്, പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവർക്ക് ഫീലിംഗ് ആവും, നീ അങ്ങനെ പറയാൻ പാടില്ല, സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും അക്ബറിനെ കളിയാക്കിയില്ല, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവുമെന്ന് ശൈത്യ പറയുന്നു. അപ്പോൾ അനു പറയുന്നു,